2026 എന്നുള്ള ഈ വർഷത്തിൽ ഇതുവരെ 49 സിനിമകൾ കണ്ടു. അപ്പോൾ 50ാമത്തെ സിനിമ സംതിങ് സ്പെഷ്യൽ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സിനിമ ആയിരിക്കണമെന്ന് എനിക്കൊരു ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷതക് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി തുടങ്ങിയ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ ബയോഗ്രഫി സിനിമകൾ കണ്ടു കാണും. ഏതെങ്കിലും ഒരു നടനായിരിക്കും ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഷതക് എന്ന് പറയുന്ന സിനിമ അങ്ങനെയല്ല. ഇത് RSSൻ്റെ, അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ 100 വർഷം തികഞ്ഞല്ലോ ഇപ്പോൾ. അപ്പോൾ അത് പ്രമാണിച്ച് റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ RSSൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹെഡ്ഗേവർ ജി, പിന്നെ രണ്ടാമത്തെ ആളായിട്ടുള്ള ഗോൾവൽക്കർ ജി, ഇവരൊക്കെ AI വീണ്ടും പുനർജീവിച്ച് നമ്മളെ രോമാഞ്ചം കൊള്ളുകയാണ്. അതായത് ഈ സിനിമ 50ാമത്തെ സിനിമയായിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു എക്സ്ട്രാ ഓർഡിനറി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ സിനിമകളുടെ റിവ്യൂ പോലെ 8 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒന്നും എനിക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. കാരണം ഈ സിനിമയിൽ 1 മണിക്കൂർ 45 മിനിറ്റുള്ള ഈ സിനിമയിലുള്ള എല്ലാ സീക്വൻസും ഓരോന്നായിട്ട് എടുത്തു പറയണം. കാരണം ഇതെല്ലാം പീക്ക് സിനിമാറ്റിക് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഈ സിനിമ കണ്ടവർക്കാണ് അത് മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഞാൻ PVRലാണ് ഈ സിനിമ കണ്ടത്. ആദ്യത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച, ഈ സിനിമയ്ക്ക് PVRൻ്റെ എല്ലാ സ്ക്രീനുകളിലൊക്കെ ആയിട്ട് 8 ഷോ ഉണ്ടായിരുന്നു. 8 ഷോയിൽ അത്യാവശ്യം ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്, പിന്നെ ആക്ടേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ആ ഒരു കൺസിഡറേഷനിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓക്യുപ്പൻസിയിലായിരുന്നു ഞാൻ ഈ പടം കണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അജയ് ദേവ്ഗൺ ജിയുടെ, പുള്ളിയുടെ ആ ഒരു വോയിസ് ഓവറിൽ നിന്നാണ്. നമ്മളിപ്പോൾ വെള്ളക്കാരുള്ള ഒരു ട്രെയിൻ, ആ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയതിൻ്റെ പേരിൽ, പുറത്താക്കപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കളുടെ കഥയൊക്കെ നമ്മൾ കേട്ട് കാണും. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ കഥയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ട്രെയിനിലേക്ക് ഒരു പെട്ടിയുമായി കയറുന്ന ഹെഡ്ഗേവർ ജി, പുള്ളിയുടെ AI പുള്ളിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ പക്കയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് നോക്കി ജനങ്ങളോട്, നമ്മുടെ രാജ്യത്തോടുന്ന ഈ ട്രെയിനിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ എന്ന് പറയുന്ന വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ആ ഒരു സംതിങ് വെരി സ്പെഷ്യൽ ആ ഒരു എൻട്രി സീനാണ്. ആ എൻട്രി സീനിലേക്ക് പുള്ളിയുടെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ട്രെയിനിലേക്ക് കയറുകയും അവിടെ ഇരിക്കുന്ന വെള്ളക്കാർ അവർ ചമ്മിപ്പോവുകയും അങ്ങനെയുള്ളൊരു സീക്വൻസിലാണ് ഈ പടം തുടങ്ങുന്നത്. പിന്നീട് അജയ് ദേവ്ഗൺജിയുടെ പുള്ളിയുടെ ആ ഒരു ശബ്ദത്തിൽ പറയുകയാണ്, ഈ രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാനായിട്ടുള്ള ഒരുപാട് ത്യാഗ മനോഭാവമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതിൻ്റെ 100ാം വാർഷികം, ആ 100ാം വാർഷികം പ്രമാണിച്ച് റിലീസായിരിക്കുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ രോമാഞ്ചം. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സിനിമ അല്ല എന്നുള്ളൊരു ഡിസ്ക്ലൈമറൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു കൊച്ചു ഹെഡ്ഗേവർ ജി, അതായത് കൊച്ചു കേശവൻ്റെ ഒരു ജീവിതമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഛത്രപതി ശിവാജി എന്ന് പറയുന്ന ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊടിയുടെ നിറം, ആ കൊടിയുടെ നിറത്തോടുള്ള സ്നേഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കൊച്ചു കേശവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കൊടിയുടെ നിറവും ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് ഫ്രൂട്ട് ഉണ്ടല്ലോ, ഓറഞ്ച് ഫ്രൂട്ടിൻ്റെ നിറവും ഒന്നായതുകൊണ്ട് തന്നെ കൊച്ചു കേശവിന് എപ്പോഴും ഈ ഓറഞ്ച് ഫ്രൂട്ടിനോടാണ് താല്പര്യം. ഓറഞ്ച് ഫ്രൂട്ട് 2-3 തവണ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് ആ കളർ എന്ന് പറയുന്നത് നമ്മളെ ഭാരതത്തിനെ ഒന്നിപ്പിക്കേണ്ട ഒരു കളർ എന്നുള്ളത് ഇവർ ആദ്യത്തെ 2-3 സീനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ 8 വയസ്സുള്ളപ്പോൾ തന്നെ കൊച്ചു കേശവിന് ഈ ബ്രിട്ടീഷ് പതാക എന്നൊക്കെ പറയുന്നത് അലർജിയാണ്. പുള്ളിക്കാരൻ ആ ബ്രിട്ടീഷ് പതാക എടുത്ത് 8 വയസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു കൊച്ചു കേശവൻ്റെ ഹോബി. പക്ഷേ ഈ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ രാജ്യസ്നേഹം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ പമ്പ് ചെയ്ത് വരും. അങ്ങനെ കൊച്ചു കേശവ് പഠിച്ച് ഹൈസ്കൂളിലായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കാല് നിൽക്കുന്ന ഖാൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെ സ്കൂളിലേക്ക് കയറി ചെല്ലുകയാണ്. ലോങ് ലിവ് ദ ക്വീൻ എന്ന് ഉറക്കെ പറയും. പക്ഷേ നമ്മുടെ കൊച്ചു കേശവ് പറയുന്നത് വന്ദേ മാതരമാണ്. ഈ വന്ദേ മാതരം പുള്ളി ആ ഒരു പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഒരു പാട്രിയോട്ടിസം, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ ഖാൻ എന്ന് പറയുന്ന ഇയാളുടെ അടുത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലം നിൽക്കുന്ന ഈ ഖാനിനോട് പുള്ളി 2 വർത്തമാനം കൂടി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കൊച്ചു കേശവ്ജിയോടൊക്കെ നമുക്കുണ്ടാകുന്ന റെസ്പെക്റ്റ് അത് വളരെയധികമാണ്. പിന്നീട് കൊച്ചു കേശവ് വളരുന്നു. ഒരു മറാത്തിയായിട്ടുള്ള ഒരാൾ ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ വെച്ച് മറാത്തിയാണെന്നുള്ള മനസ്സിലായപ്പോൾ പിന്നീട് കട്ടി മീശയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബംഗാളി ആയിട്ടുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. ഖിലാഫത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗാന്ധിജി, അപ്പോൾ ഈ ഗാന്ധിജിയുള്ള കോൺഗ്രസ്, ഇതൊന്നും അല്ല വേണ്ടത്. രാജ്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ, ഏത് ത്യാഗത്തിനുള്ള ആ ഒരു മനോഭാവമുള്ള ഒരു കൂട്ടം, ആ കൂട്ടം ആളുകളെയായിരുന്നു ഹെഡ്ഗേവർ ജിക്ക് വേണ്ടിയിരുന്നത്. തുടർന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഹെഡ്ഗേവർ ജിയും ഗാന്ധിജിയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണം വളരെ ഹാർഡ് ഹിറ്റിംഗ് ആണ്. ഷാർപ്പായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ തുർക്കിയിലെ സുൽത്താന് വേണ്ടി ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെയൊക്കെ ആക്രമിക്കുന്ന മുസൽമാന്മാർ, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലബാർ കലാപം. ഈ മലബാർ കലാപത്തിൻ്റെ കാര്യം കൂടി കേൾക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി, രാജ്യം സ്നേഹിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, എന്തും ത്യജിക്കാൻ മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ, ആ ഒരു സംഘം, ആ സംഘത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഹെഡ്ഗേവർ ജിക്ക് ബോധ്യമാവുകയാണ്.
ശക്തമായിട്ടുള്ള ഒരു സേന, ആ സേനയുടെ ഉദയമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇതൊക്കെ ഒരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതായത് സവർക്കർജിയുടെ സഹായത്തോടെയാണ് ഈ ഒരു സംഘം രൂപീകരിക്കുന്നത്. സവർക്കർജി ചോദിക്കുകയാണ്, എന്ത് പേരാണ് അങ്ങയുടെ മനസ്സിലുള്ളതെന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ ആ വരുന്ന ആ ഒരു രോമാഞ്ചം, ഇത് ഈ സിനിമ കാണാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പുച്ഛം പോലെയോ അല്ലെങ്കിൽ ഞാൻ കളിയാക്കുന്ന പോലെയൊക്കെ പറയുന്ന പോലെയൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ ആ തിയേറ്ററിൽ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം അത്ര പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന മുസൽമാന്മാരെ ആ ഒരു കാക്കി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇവർ നേരിടുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അത് ഈ 2026 ഈ വർഷത്തിൽ കണ്ട ഏറ്റവും പീക്ക് ആക്ഷൻ സീക്വൻസ് ആയിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ ഭഗത് സിംഗിനെ രാജ്ഗുരുവിനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഭഗത് സിംഗും രാജ്ഗുരുവും അവർ കാണിച്ച ഒരു വലിയൊരു വിപ്ലവം. അതിനുശേഷം ഒരു RSSൻ്റെ, അതായത് ഈ ഹെഡ്ഗേവർജിയുടെ അടുത്തേക്കാണ് എത്തിയത്. അപ്പോൾ RSSൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഭഗത് സിംഗിനും രാജ്ഗുരുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും അങ്ങ് പൂനെയിലേക്ക് പോകരുത് എന്ന് രാജ്ഗുരുവിനോട് ഹെഡ്ഗേവർജി പറയുന്നുണ്ട്. പക്ഷേ രാജ്ഗുരു അൺഫോർച്ചുനേറ്റ്ലി അത് കേൾക്കാതെ പൂനെയിലേക്ക് പോവുകയും പിന്നീട് പിടിക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം നടത്തുമ്പോൾ സംഘ് പ്രത്യക്ഷത്തിൽ അതിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും സംഘിലുള്ള എല്ലാവരുടെയും മനസ്സ് ഗാന്ധിജിയുടെ ഒപ്പവും ആ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഒപ്പവുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് ഈ സിനിമ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിയാലിറ്റി മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസും കാരണം വേണമല്ലോ. കാരണം നമ്മൾ കാണുന്ന ഒരു സിനിമയാണല്ലോ, നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗോമാതയെ വെട്ടാൻ വേണ്ടി കുറേ മുസൽമാന്മാർ ഓടിച്ചിടുന്നു. അപ്പോൾ ഹെഡ്ഗേവർജി അതിൻ്റെ മുമ്പിലേക്ക് വരുന്നു. അവരുടെ അടുത്ത് ഈ ഗോമാതയ്ക്കുള്ള വില ഞാൻ തരാമെന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ മുസൽമാന്മാർ ചമ്മിപ്പോകുന്നു. ഈ ഒരു സീക്വൻസൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വരുന്ന നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന വിസിലടിച്ച് ആ ഒരു പീക്ക് പാട്രിയോട്ടിസം അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളാണ്. പക്ഷേ ഇതുപോലുള്ള സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വി വാണ്ട് മോർ, നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന രീതിയിൽ. ഇപ്പോൾ അവെഞ്ചേഴ്സൊക്കെ ഇങ്ങനെ വരില്ലേ, അപ്പോൾ അതുപോലുള്ളൊരു സീക്വൻസ്, അങ്ങനെയുള്ളൊരു സീക്വൻസ്, അതുപോലുള്ളൊരു സംഭവം കൂടി ഈ പടം തരുന്നുണ്ട്. കാരണം സവർക്കർജി, ഹെഡ്ഗേവർജി, കൂടെ ഗോൾവൽക്കർജി, ഇവർ 3 പേരും സീക്വൻസിൽ ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ഏറ്റവും പീക്ക് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമയിൽ ഒരുപാട് പീക്ക് മൊമെൻറ്റ്സ് പറയുന്നുണ്ട്, പക്ഷേ അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ 3 പേരും ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്, ആക്ച്വലി ഇതൊക്കെ സിനിമാ തിയേറ്ററിൽ നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടമാണ് മക്കളെ, നഷ്ടമാണ്. ഇപ്പോഴും സ്റ്റിൽ ഷതക് എന്ന് പറയുന്ന സിനിമ PVR സ്ക്രീനുകളിലൊക്കെ ഉണ്ട്. നിങ്ങളത് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, അതെനിക്ക് പറയാനുള്ളൂ. ആൻഡ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ഗേവർജിയുടെ മരണരംഗം, അതായത് ഹെഡ്ഗേവർജി വയസ്സായി അദ്ദേഹം മരിക്കുമ്പോൾ ആ ഒരു സീക്വൻസൊക്കെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് കാണാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഹെഡ്ഗേവർജി ഇല്ലാതായെങ്കിൽ പോലും RSSനെ നോക്കാനായിട്ട് ഗോൾവർക്കർജി ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം, ആ ആശ്വാസം ഉള്ളതുകൊണ്ടാണ് PVRൻ്റെ പോപ്കോൺ എനിക്ക് കഴിക്കാൻ സാധിച്ചത്. കാരണം ഇവരുടെ ഈ ത്യാഗവും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ AC തിയേറ്ററിൽ ഇങ്ങനെ ഒരു പോപ്കോണും കഴിച്ചിരുന്ന് കാണാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഹെഡ്ഗേവർജിയുടെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഗോൾവൽക്കർജിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും കാണുകയാണ്. ഇന്ത്യ വിഭജിക്കാൻ ഗാന്ധിജി ഒരിക്കലും സമ്മതിക്കില്ല എന്നായിരുന്നു ഗോൾവൽക്കർജി വിശ്വസിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥ്യം അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ആ ഒരു പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് അഭയം നൽകിയത്, പുതുജീവൻ നൽകിയത്, ഇതെല്ലാം സ്വയം സേവക് സംഘ് ആണെന്നുള്ള ഒരു റിയാലിറ്റി അത് കൂടുതൽ ആളുകളിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ട്. കാശ്മീരിലുള്ള മഹാരാജാവായിട്ടുള്ള ഹരിസിംഗ് ആയിട്ടുള്ള ഗോൾവൽക്കർജിയുടെ കൂടിക്കാഴ്ച, ഈ കാശ്മീരിലുള്ള ജനതയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ പട്ടാളം എത്തുന്നതിന് മുൻപ് അവിടെ സംഘ് എത്തുന്നത്, ഇതെല്ലാം നമുക്ക് ശ്വാസം അടക്കിപ്പിടിച്ച് എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മൾ ഇരിക്കാൻ പറ്റുന്ന അതുപോലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ഷൻ മൊമെൻറ്റ്സ് ആണ്. ഇത്രയൊക്കെ സംഘം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടും കോൺഗ്രസ് സംഘത്തിനെ വേട്ടയാടുന്നതെല്ലാം ഒരു രാജ്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഗാന്ധിജിയെ ആരോ കൊലപ്പെടുത്തിയത് സംഘത്തിൻ്റെ തലയിൽ വെക്കാൻ നെഹ്റു ശ്രമിക്കുന്നത്, പിന്നീട് സംഘത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളൊരു സത്യം നെഹ്റു മനസ്സിലാക്കുന്നത്. അതിനുശേഷം നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയായിട്ട് ഗോൾവൽക്കർജി കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. സംഘവും ഇന്ത്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു നോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം മരിച്ചു പോകുന്നത്. അതിനുശേഷം വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി വീണ്ടും സംഘത്തെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സംഘത്തെ ഇന്ദിരാഗാന്ധി വേട്ടയാടുന്ന സീക്വൻസുകളെല്ലാം ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ പോലും ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റ ജവാന്മാരെ അവരെ ശുശ്രൂഷിക്കാൻ, അവർക്ക് രക്തം നൽകാൻ, ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്നതെല്ലാം നമ്മുടെ സംഘമാണ്. അത് പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ ജനറൽ തന്നെ സംഘിനെ നേരിട്ട് വിളിച്ച് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന സീക്വൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും.
രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഈ ഇന്ത്യയിലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളൊരു അഭിമാനം. ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ സിനിമ കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് ഇപ്പോൾ ഈ വർഷം ഞാൻ 2026 കണ്ട സിനിമകളിലെ ഏറ്റവും പീക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശതക് സംഗ് കെ 100 വർഷ് എന്ന് പറയുന്ന ഈ സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താണ് മിസ് ചെയ്യുന്നതെന്ന്.